അപ്പൊ എല്ലാവർക്കും നല്ല നമസ്കാരം. കൊരട്ടിക്ക് പോയോ? ബ്ലോക്ക് ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ ആരും കൊരട്ടിക്ക് പോകാണ്ടിരിക്കരുത്. നമ്മുടെ പെരുന്നാളല്ല, ചാലക്കുടിയിൽ ഇത്രയും വലിയ പെരുന്നാൾ വേറെ ഉണ്ട്. 10-15 ലക്ഷം ആൾക്കാരല്ല വന്നു പോണത്. അതിന്റെ ഇടയിൽ നമുക്കൊന്ന് പോയി ആ തിരക്കിന്റെ ഇടയിലുള്ള സൗന്ദര്യമൊക്കെ ആസ്വദിക്കണ്ടേ? പെരുന്നാൾ ഗംഭീരമായിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇലുമിനേഷൻ വർക്ക് സൂപ്പറായി, പ്രദർശനം സൂപ്പറായി, അതുപോലെ വെടിക്കെട്ട് സൂപ്പറായി. ഭക്തി നിറവിന്റെ ആ വലിയ ചൈതന്യത്തിലാണ് കൊരട്ടി പെരുന്നാൾ ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കൊരട്ടി പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അതിന്റെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് പള്ളിയുടെ അവിടെയൊക്കെ കാണാൻ സാധിക്കും. അതെ, അതൊരു ചന്തമാണ്, കൊരട്ടി ചന്തം. ആ ചന്തത്തിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് കുട്ടികളായിട്ട് ഒരുമിച്ചിരുന്ന് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ട് ഉണ്ടെങ്കിലോ ആ സ്പോട്ടാണ് കൊരട്ടി എക്സ്പോ. കൊരട്ടി എക്സ്പോ എന്ന് വെച്ചാൽ എന്താ സംഭവം? നമ്മുടെ തായ്ലൻഡിലും ബാലിയിലൊക്കെ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാൻ സാധിക്കും. ഈ കോഴിക്കാർപ്പ് മത്സ്യങ്ങൾക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യാനായിട്ട് ഒരു അവസരം. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ മൃഗങ്ങൾക്കും അതുപോലെ പക്ഷികൾക്കൊക്കെ തീറ്റ കയ്യിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്? അത് ഭയങ്കര അനുഭവമാണ്. ഒറ്റങ്ങൾ കഴിക്കണ ഒരു നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു അനുഭവമാണ്. ഈ കോഴിക്കാർപ്പ് മത്സ്യങ്ങളുടെ വലിയൊരു ശേഖരമാണ് ഈ കൊരട്ടി എക്സ്പോയിലെ ഒന്നാമത്തെ ഷോ. ആ ഷോ നിങ്ങൾ കാണാൻ മറക്കരുത്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം നമ്മുടെ അമ്മമാരും അതുപോലെ കുട്ടികളൊക്കെ ഇവറ്റങ്ങൾക്ക് ഫീഡിങ് കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഇത് ശരിക്കും ബാലിയിലും അതുപോലെ തന്നെ തായ്ലൻഡിലൊക്കെ വലിയ രീതിയിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിലും വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള സംഭവമാണ് കൊരട്ടി എക്സ്പോയിലെ ഏറ്റവും നമ്പർ 1 കാഴ്ച. നമുക്ക് കോഴിക്കാർപ്പ് മത്സ്യങ്ങളെ വെളിപ്പുറത്ത് വരുത്തി അവറ്റങ്ങൾക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കുന്ന ഫീഡിങ് പരിപാടി, അതൊരു രസമാണ്. ഒപ്പം നല്ല യമണ്ടൻ ഫുഡ് സ്റ്റാൾസുകൾ ഉണ്ട്. മൂന്നാമത്തെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൻഡോര വേൾഡ്, അവതാർ സിനിമയിലെ കഥാപാത്രങ്ങൾ നമ്മോടൊപ്പം. അതൊരു എൻജോയ്മെന്റ് ആണ്. അത് മാത്രമല്ല, വെട്ടിത്തിളങ്ങുന്ന ഫോറസ്റ്റ് ബയോലൂമിനേഷൻ വർക്കുകൾക്കിടയിൽ ഇരുന്ന് നിങ്ങൾക്ക് ആസ്വദിക്കാം. അപ്പൊ ആകെ ടോട്ടൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കൊരട്ടി എക്സ്പോ ഒരു കൊരട്ടി ചന്തം തന്നെയാണ്. നിങ്ങൾ കാണാണ്ടിരിക്കരുത്. അതിൽ കൂടെ പോകുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുടുംബാംഗങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് ഈ കൊരട്ടി പെരുന്നാളിന്റെ തിരക്കിന്റെ ഇടയിൽ അല്പം സന്തോഷത്തോടു കൂടി ഈ സമ്മോഹന കാഴ്ച കൊണ്ട് എൻജോയ് ചെയ്യാം എന്നാണ് പറയാനുള്ളത്. അപ്പൊ പ്രിയപ്പെട്ട ചേട്ടന്മാരെ, പെരുന്നാൾ ഇന്നുകൊണ്ട് തീരണല്ലോ കേട്ടോ. 8-ാം മട ഉണ്ട്, അതിന് 15-ാം മട ഉണ്ട്. അപ്പോ മറക്കണ്ട, കൊരട്ടി എക്സ്പോ പെരുന്നാളിന്റെ ആനച്ചന്തം കയറാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.